മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ നമ്മളോടൊപ്പം പങ്കുവെക്കാനുമായി പതിവ് പോലെ നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം തന്നെ സാറിന് ഈദ് ആശംസകൾ നേരുകയാണ്. അതിനോടൊപ്പം തന്നെ ചോദ്യത്തിലേക്ക് കൂടി കടക്കുകയാണ്. കാരണം ഇന്നലെ യുഎസ് വിപണിയിലേക്ക് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിച്ച സൂചികളായിരുന്നു പ്രധാനമായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. പ്രധാന സൂചികളിലെല്ലാം തന്നെ നേരിയ തോതിൽ ഒരു പോസിറ്റീവ് മൊമെന്റം കീപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൗ ജോൺസ് സൂചിക വളരെ ഫ്ലാറ്റ് ആയിട്ട് 38,883.67 എന്ന നിലവാരത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ നാസ്ഡാക്ക് സൂചിക 0.32% നേട്ടത്തോടെ 16,306.64 എന്ന നിലവാരത്തിലും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ CPI കണക്കുകൾ വരുന്നുണ്ട്. വെള്ളിയാഴ്ചയോടെ ബാങ്കിന്റെ ഒക്കെ റിസൾട്ടുകൾ, പാദഫലങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണിയുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? അമേരിക്കൻ വിപണിയിൽ ഇന്നലെ വീണ്ടും ആ ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. വീണ്ടും ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 39,200. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ഡൗ ജോൺസ് ഇൻഡെക്സിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ തിരിച്ച ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 38,400 പോയിന്റും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സും ഇന്നലെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ക്ലോസിംഗ് നടത്തിയത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് നമുക്ക് കാണുന്നത് 18,400 ലെവൽ ആൻഡ് മേജർ സപ്പോർട്ട് 17,600 പോയിന്റിൽ തന്നെ. ഇതിൽ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഷോർട്ട് ടേം സൈഡ് വേസ് ട്രെൻഡിൽ നമുക്ക് പുറത്തോട്ട് വരാൻ സാധിക്കത്തുള്ളൂ. അതിനൊപ്പം തന്നെ കമോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടെ പോയി നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ചും ക്രൂഡിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ $91 ഉയർന്ന ഈ ഒരു ഫ്യൂച്ചേഴ്സ് വിപണി ഇന്നിപ്പോൾ അതിൽ നിന്നൊരു നേരിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ബ്രന്റ് ഓയിൽ 89.49 എന്ന നിലവാരത്തിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ WTI ക്രൂഡ് 85.31 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? മുന്നോട്ടേക്ക് ഈ ഒരു വിപണിയിൽ പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി മച്ച് ബുള്ളിഷ്. ആൻഡ് ക്രൂഡിന്റെ കേസിൽ ഇന്ന് നമുക്ക് WTI ക്രൂഡിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ $87.50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ബട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $84 ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദ മൊമെന്റ് അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. വേറെ വീക്ക്നെസ് ഒന്നും ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി പോയി നോക്കുകയാണെങ്കിൽ ഇന്നലെയും തുടർച്ചയായിട്ട് വലിയ തോതിൽ ഒരു റെക്കോർഡ് രേഖപ്പെടുത്താൻ ഗോൾഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ വളരെ ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ട്രോയ് ഔൺസിന് $2,370.8 എന്നൊരു നിലവാരത്തിലാണ് ഗോൾഡിലും വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ട സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിലൊരു ഇടിവ് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇടിവ് പ്രതീക്ഷിക്കുന്നില്ല. ബിക്കോസ് അണ്ടർടോൺ ഇസ് വെരി വെരി സ്ട്രോങ്. ആൻഡ് ഈ സ്വർണത്തിന്റെ ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ട് ഒരു മുന്നേറ്റം കാണാനുള്ള ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള പല സെൻട്രൽ ബാങ്ക്സും സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, ഇൻക്ലൂഡിങ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ചൈനയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന. സ്വർണത്തിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സ്വർണത്തിന്റെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് $2,400. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,350 സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസവും പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 22,768.4 എന്ന നിലവാരത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ട് 22,642.75 എന്നൊരു നിലവാരത്തിലുമാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാർ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? വീണ്ടും ഒരു മുന്നോട്ടേക്കുള്ള ഒരു കുതിപ്പ് തന്നെയാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നിഫ്റ്റി ഇൻഡെക്സ് നോക്കുമ്പോഴേക്ക് അണ്ടർടോൺ അഗെയിൻ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ ഇന്നലെ ഒരു സ്ട്രോങ് ക്ലോസ് നമുക്ക് നിഫ്റ്റി 50ക്ക് നൽകാൻ സാധിച്ചില്ല. ആൻഡ് നിഫ്റ്റി 50യിൽ നമ്മൾ ഇന്ന് ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 22,840 പോയിന്റ്സ് തന്നെ.
ആൻഡ് നമ്മുടെ കഴിച്ച് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 22,500 പോയിന്റ്. ഇന്നലെ നിഫ്റ്റി 50 നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ക്ലോസ് കാണാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം നിഫ്റ്റി ഹെവി വെയിറ്റ് ആയിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ HDFC ബാങ്ക് ഇതിലൊന്നും നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചില്ല. ഇന്ന് നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രീസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 2,990 രൂപയായിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ലാസ്റ്റ് 9 ഫെബ്രുവരിയുടെ കേസ് എടുക്കുമ്പോഴേക്കും 3,840 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിനും ഇന്നലെ ഒരു പുതിയൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 48,960.75 എന്നൊരു ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്ത സൂചിക വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 48,730.55 എന്ന റെക്കോർഡ് ക്ലോസിംഗ് നിലവാരത്തിലുമാണ്. 0.31% നേട്ടം രേഖപ്പെടുത്താനും സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൂചികയുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് വീണ്ടും ഇന്നലെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം ആ ഒരു ഗെയിൻസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അറൌണ്ട് ദിസ് ലെവൽ അറൌണ്ട് 48,636 49,000 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. സോ നമ്മൾ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഈ സമയത്ത് പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ ആദ്യത്തെ 48,200 അതിനെ തുടർന്ന് 47,800 പോയിന്റിൽ. സർ, അതിനോടൊപ്പം തന്നെ സർ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ HDFC ബാങ്കിൽ നിന്നും വലിയ തോതിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ HDFC ബാങ്കിലേക്കാണ് സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. HDFC ബാങ്കിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പ്രത്യേകിച്ചും ഏപ്രിൽ ആരംഭിച്ചതിന് ശേഷം ഒരു 1,400 1,550 ആ ഒരു നിലവാരത്തിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു നിലവാരത്തിൽ HDFC ബാങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സാർ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇൻഫാക്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സും HDFC ബാങ്കിൽ വളരെ വളരെ അധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമായത്. HDFC ബാങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇപ്പൊ 1,560. ഇന്നത്തെ ട്രേഡിംഗിൽ 1,560 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രേറ്റ് അവേ ബിറ്റ്വീൻ 40 to 100 rupees ഗെയിൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 40 മുതൽ 100 രൂപയുടെ ഗെയിൻ. ആൻഡ് റെസിസ്റ്റൻസ് 1,560 രൂപ. നേരെ മറിച്ച് ഇന്ന് HDFC ബാങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1,500 രൂപ. എനിക്ക് തോന്നുന്നില്ല 1,500 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അങ്ങനെ ഒരു കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു കറക്ഷൻ ബൈയിങ് അവസരമായിട്ട് തന്നെ ഉപയോഗിക്കണം. അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ കൂടിയാണ്. ഓഹരി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനുവരി 23-ാം തീയതി ഒരു പുതിയ സർവകാല ഉയരമായ 322.25 എന്നത് സൃഷ്ടിച്ചതിന് ശേഷം പിന്നീട് ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഓഹരിയിൽ കണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഏപ്രിൽ തുടങ്ങിയതിന് ശേഷം വീണ്ടും ഈ ഒരു ഓഹരിയിൽ നേരിയ തോതിലൊരു ബൈയിങ് ഇൻഡസ്ട്രി കടന്നു വന്നിട്ടുണ്ട്. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.8% ഇടിവിൽ 235.2 എന്നൊരു നിലവാരത്തിലായിരുന്നു. ഈ ഓഹരിയിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൈയിങ് അവസരം കാണുന്നുണ്ടോ? ഈ ഓഹരിയിൽ പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും അനില പറഞ്ഞ വളരെ ശരിയായി. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ 220 രൂപ. ഇന്നല്ലെങ്കിൽ അടുത്ത 2-3 സെഷൻസിനിടെ കറക്ഷൻ നടക്കുന്ന സമയത്ത് 220 അടുത്ത് നമുക്കൊരു എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് കറക്ഷൻ ഒന്നും നടക്കാതെ ഇന്നത്തെ മാർക്കറ്റിൽ തന്നെ ഒരു കുതിപ്പ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 243 രൂപ. 243 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ആ ലെവലിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 25 rupees 25 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം.
യെസ്. അതിനോടൊപ്പം തന്നെ കോൺഫിഡൻസ് പെട്രോളിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2.5% ഇടിവിൽ 93.3 എന്നൊരു നിലവാരത്തിലായിരുന്നു. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 19 തീയതി രേഖപ്പെടുത്തിയ 120 രൂപയാണ്. അതിനുശേഷം കഴിഞ്ഞ ഒരു മാസമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കോൺഫിഡൻസ് പെട്രോളിയവുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? കോൺഫിഡൻസ് പെട്രോളിയം ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം പ്രേക്ഷകന്മാർക്ക് അറിയുക. ഇറ്റ്സ് എ പ്യുവർ സ്പെക്കുലേറ്റീവ് പ്യുവർ മൊമെന്റം സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. സോ ഇപ്പോൾ കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു 88 മുതൽ 92, 93 രൂപ ആ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു ശക്തമായിട്ടൊരു മുന്നേറ്റം കാണുമെങ്കിൽ 97 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 97ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ ഒരു 10 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സാർ അതിനോടൊപ്പം തന്നെ PSU ബാങ്കിൽ നിന്നുള്ള ഒരു ഇന്നലെ സാർ നമ്മുടെ ഈ ഒരു ഫോർത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന സാറിന്റെ ഫോക്കസ് ഉള്ള ഒരു ഓഹരിയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്ന് പറയുന്നത്. ഇന്നലെ ഓഹരിയെ സംബന്ധിച്ച് പറയുകയും വളരെ ഫ്ലാറ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിൽ 65.25 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 8 തീയതി രേഖപ്പെടുത്തിയ 83.75 എന്ന നിലവാരത്തിലാണ്. IOBയുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ IOBയിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. IOBയുടെ ഒപ്പം തന്നെ സെൻട്രൽ ബാങ്ക്, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മുതലായ സ്റ്റോക്സിലൊക്കെ ബുള്ളിഷ് സെറ്റപ്പ് കാണുന്നുണ്ട്. ഇന്നലെ ഈ സ്മോൾ PSU ബാങ്കിങ് സ്പേസിൽ ഒരേ ഒരു സ്റ്റോക്ക് നമ്മൾ നിരാശപ്പെടുത്തിയത് ഇറ്റ് വാസ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 4% ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചു. IOBയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 67 രൂപയായിരിക്കണം. 67 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി ഒരു 4 മുതൽ 6 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. മേജർ സപ്പോർട്ട് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 63 രൂപ. അതേ സ്പേസിൽ നിന്നുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ റിവ്യൂ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏപ്രിൽ 5 തീയതി 137.5 എന്നൊരു നിലവാരം വരെ ഉയർന്ന ഓഹരിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പ്രത്യേകിച്ചും ഒരു 2-3 സെഷൻസ് ആയിട്ട് ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും 0.26% ഇടിവിൽ 132.55 ആണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം വ്യൂ എന്താണ്? സോ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നു വരുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 125 രൂപ. എനിക്ക് തോന്നുന്നില്ല 125ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമുക്ക് ഇന്നത്തെ ട്രേഡിംഗിൽ ഒരു കൺഫേംഡ് ബുള്ളിഷ് ട്രെൻഡ് വരുന്നുവെങ്കിൽ 135 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. 135 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് ഇതിന്റെ 142, അതിനെ തുടർന്ന് 148 രൂപയിലും ആയിരിക്കും. സാർ അതിനോടൊപ്പം തന്നെ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു ഓഹരിയാണ് ഓൺ മൊബൈൽ ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1.25% ഇടിവിൽ 80.7 എന്ന നിലവാരത്തിലാണ്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 ഒക്ടോബർ 20 രേഖപ്പെടുത്തിയ 128.4 ഓൺ മൊബൈൽ ഗ്ലോബലുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? അല്ല, ഓൺ ഗ്ലോബൽ മൊബൈലിന്റെ ലോങ്ങർ ടേം പിക്ചർ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 വർഷം മുൻപ്, അതായത് ഏപ്രിൽ 26 തീയതി 2022 ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത്. അന്നത്തെ ഓൾ ടൈം ഹൈ ലെവൽ 190 രൂപ 95 പൈസ ആയിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷനാണ് നടന്നു വരുന്നത്. ബട്ട് ഈ കറക്ഷൻ നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിന് 60 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ പ്രേക്ഷകർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി
രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. പോവുകയാണ്. നമുക്ക് സർ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ അനില. കേൾക്കാം സാർ. റൈറ്റ്. സോ ഞാൻ പറഞ്ഞു വന്നത് ഓൺ മൊബൈൽ ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനി ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ കമ്പനിക്ക് 60 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആകണം. അങ്ങനെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 84 രൂപ. 84 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ നമ്മുടെ ടാർഗറ്റ് 100 രൂപയായിരിക്കും. അതായത് നമ്മുടെ അപ്സൈഡ് പൊട്ടൻഷ്യൽ 16 രൂപയായിരിക്കും ഈ സ്റ്റോക്കിൽ. സർ, അതിനോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ മേഖലയിൽ നിന്നുള്ള മോസ്റ്റിപ്പ് ടെക്നോളജീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ റിവ്യൂ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഓഹരി ഇന്നലെ 2.01% ഇടിവിൽ 101.53 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. BSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് മോസ്റ്റിപ്പ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. മോസ്റ്റിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വ്യൂ എന്താണ്? കമ്പനിയുടെ പേര് ഒരിക്കൽ പറയാമോ? സർ, മോസ്റ്റിപ്പ് ടെക്നോളജീസ് ലിമിറ്റഡ് BSEയിൽ മാത്രമാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു തരുമോ? MOSCHIP മോസ്റ്റിപ്പ് ടെക്നോളജീസ്. സോ മോസ്റ്റിപ്പ് ടെക്നോളജി വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് കാണുന്നത്. ഞാൻ കാര്യമായിട്ട് ഈ സ്റ്റോക്ക് പഠിക്കാറില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലും നമുക്ക് കാര്യമായിട്ട് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ ഒരു ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാലും ഷോർട്ട് ടേം ട്രെൻഡ് പഠിച്ചു കഴിഞ്ഞാലും ഇത് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് 116 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് ഒരു സ്മോൾ ക്യാപ്പും കാര്യമായിട്ട് ലിക്വിഡിറ്റി ഇല്ലാത്തൊരു സ്റ്റോക്കും ആയതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പൊസിഷൻ എടുക്കുക. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് സിന്ധു അജിത്ത് എന്ന പ്രേക്ഷക IAFLുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയിൽ ഇന്നലെ 4% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 442.3 എന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. IAFL ഫൈനാൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? സോ IAFL ഫിനാൻസിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ കമ്പനിയുടെ മാനേജ്മെന്റിനെതിരെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായതായിട്ട് എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ ഫൈനാൻസ് കമ്പനീസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം സ്റ്റോക്സിൽ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഫൈനാൻസ് കമ്പനീൻ്റെ സ്പേസ് നോക്കുമ്പോഴേക്കും ബജാജ് ഫിനാൻസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ബജാജ് ഫിനാൻസ് കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് ഒരു നല്ല കറക്ഷൻ നേരിടുകയായിരുന്നു. ആൻഡ് ഈ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ നമ്മളിപ്പോൾ ബജാജ് ഫിനാൻസിന്റെ കേസിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 7240 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100-150 രൂപയുടെ നേട്ടം ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ ടാർഗറ്റ് എന്ന് പറയുന്നത് is actually at 8,000 rupees. അതായത് കറന്റ് ലെവൽസിൽ നിന്ന് 8,000 രൂപ വരെ ഈ സ്റ്റോക്കിന് നമുക്ക് നേട്ടം നൽകാൻ ചാൻസ് കാണുന്നുണ്ട്. സർ, അതിനോടൊപ്പം തന്നെ കിരൺ എന്ന പ്രേക്ഷകൻ സൊമാറ്റോയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 195.5 എന്ന നിലവാരത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും ഏകദേശം അതിന് വളരെ അടുത്ത് നിന്നുകൊണ്ട് 194.55 എന്ന നിലവാരത്തിലാണ്. സൊമാറ്റോയുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സൊമാറ്റോയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു. സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ് അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. അടുത്ത സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് 200 രൂപയിലായിരിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 187 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക.
രാജീവ് പി ചന്ദ്രൻ എന്ന പ്രേക്ഷകൻ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ക്വറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% അടുത്ത ഇടിവിൽ 102 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ പങ്കുവയ്ക്കാം. ഇതേ ഫോറത്തിൽ നമ്മൾ NFL, മദ്രാസ് ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകോ, കേരള ബേസ്ഡ് FACTയെ കുറിച്ചും സംസാരിച്ചിരുന്നു. ഈ 3 സ്റ്റോക്കിലും നമുക്ക് നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നാഷണൽ ഫെർട്ടിലൈസേഴ്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 106 രൂപ 50 പൈസ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് ടേമിൽ നല്ല കുതിപ്പ് എക്സ്പെക്ട് ചെയ്യാം. മദ്രാസ് ഫെർട്ടിലൈസേഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് അഗെയിൻ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണുന്നുണ്ട്. മദ്രാസ് ഫെർട്ടിലൈസേഴ്സിന്റെ റെസിസ്റ്റൻസ് കാണുന്നത് 95 രൂപയിലും, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് നോക്കുമ്പോഴേക്ക് 722 രൂപയിലും റെസിസ്റ്റൻസ് കാണുന്നത്. സർ, മറ്റൊരു പ്രേക്ഷകൻ ജിയോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നേരിയ ഇടിവിൽ 368 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു. ജിയോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ പറയാം. സോ ജിയോ ഫിനാൻസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ജിയോ ഫിനാൻസിന്റെ മേജർ സപ്പോർട്ട് 350 രൂപയിലും, അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 376 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ അരുൺ എന്ന പ്രേക്ഷകൻ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.86% ഇടിവിൽ 110.5 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ നവംബർ 20 രേഖപ്പെടുത്തിയ 161.7 ആണ്. അപ്പോളോ മൈക്രോ സിസ്റ്റംസുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ ഒന്ന് പങ്കുവയ്ക്കാമോ? അപ്പോളോ മൈക്രോ സിസ്റ്റം ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിലെ ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. ആൻഡ് സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വേസ് ആയിട്ടും ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ 120 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. സർ, സുമേഷ് എന്ന പ്രേക്ഷകൻ സാരിഗമ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1%-ലധികം ഇടിവിൽ 390 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജൂലൈ 19 രേഖപ്പെടുത്തിയത് 489.45 ആണ്. സാരിഗമയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ പങ്കുവയ്ക്കാമോ? സോ സാരിഗമ വന്നിട്ട് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് ഈ സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് അവസരവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ഈ സ്റ്റോക്ക് തൽക്കാലം അവോയ്ഡ് ചെയ്യുക. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് REC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വ്യൂ ആണ്. RECയുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? സോ RECലിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 415 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ 40 രൂപയുടെ ഇടിവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നേരെ മറിച്ച് ഈ സ്റ്റോക്കിൽ ഈ ഷോർട്ട് ടേം ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് വരും സെഷൻസിൽ 480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ലീന അനിൽ എന്ന പ്രേക്ഷക വരുൺ ബിവറേജസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% അടുത്ത ഇടിവിൽ 1435.8 എന്നതിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. VBLയുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? See, VBLന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് 1540 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ മൊമെന്റ് സ്റ്റോക്കിൽ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ സപ്പോർട്ടായിട്ട് ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 1365 രൂപ. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സെബാസ്റ്റ്യൻ തോമസ് എന്ന പ്രേക്ഷകൻ സിർമ SGS ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സിർമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വ്യൂ എന്താണ്?
So Syrma Veendum, it is a small cap stock. Unfortunately, Syrma Technologies in the long and short term trend bearish ആയിട്ട് കാണുന്നത്. കൈഷൻ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ try to close that long position. And സ്റ്റോക്കിന്റെ ഏറ്റവും മേജർ സപ്പോർട്ട് ഏരിയ 448 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ തൽക്കാലം ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ജോയ് ജോർജ് എന്ന പ്രേക്ഷകൻ IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? IDFC ഫസ്റ്റ് ബാങ്ക് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണുന്നത്. ഷോർട്ട് ടേം ട്രെൻഡും ഒരു സൈഡ് വേസ് ടു ബുള്ളിഷ്നെസ് കാഴ്ചവെക്കുന്നുണ്ട്. സ്റ്റോക്കിൽ കഴിഞ്ഞ 5-8 സെഷൻസിൽ നമുക്ക് നല്ലൊരു നേട്ടം കാണാൻ സാധിച്ചു. സോ ദ സ്റ്റോക്ക് ഇസ് ഡ്യൂ ഫോർ എ പ്രോഫിറ്റ് ടേക്കിംഗ്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് 79-80 ഈ റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. മറ്റൊരു പ്രേക്ഷകൻ ഏഞ്ചൽ വണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 3% ഇടിഞ്ഞ് 2855 രൂപ എന്ന നിലയിലായിരുന്നു ക്ലോസിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏഞ്ചൽ വണ്ണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഇനി ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സോ ഏഞ്ചൽ വൺ വലിയൊരു കറക്ഷൻ ആയിരുന്നു നേരിട്ട് കഴിഞ്ഞ 2 മാസത്തിനിടെ. ഇറ്റ് വാസ് നോട്ട് ഓൺലി ഏഞ്ചൽ വൺ, ഷെയർ ബ്രോക്കിംഗ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന പല സ്റ്റോക്സിലും നമുക്ക് ഒരു കറക്ഷൻ കാണാൻ ഇടയായി. സോ ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഏരിയ 2700 രൂപയായിരിക്കണം. ലെറ്റ് us wait and see whether that support area is getting broken or ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന്. ബട്ട് ഏഞ്ചൽ വണ്ണിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗിൽ മോട്ടിലാൽ ഓസ്വാളിന്റെ ഷെയർസിൽ വലിയൊരു കുതിപ്പായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് മോട്ടിലാൽ ഓസ്വാൾ വളരെ സ്ട്രോങ് ആയിട്ട് 2120 രൂപ വരെ മൂവ് ചെയ്തിരുന്നു. ആ ഒരു സ്റ്റോക്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഒരു അറ്റൻഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ജിയോജിത്തിന്റെ കേസിലും I think it's a stock worth watching. അതിനോടൊപ്പം തന്നെ അവസാനമായി CG പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ലോങ് ടേമിലേക്ക് CG പവർ കൺസിഡർ ചെയ്യാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. CG പവർ വന്നിട്ട് ഇറ്റ്സ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ നടന്നു വരുന്നുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 470-480 റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം പ്രേക്ഷകരുടെ ക്യൂറീസ് എത്തുന്നുണ്ട്. അപ്പൊ അതുപോലെ സമയപരിമിതി മൂലമാണ് അത്രയും ക്യൂറീസ് അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രതീക്ഷ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്യൂറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യുന്നതുമായിരിക്കും. ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻസും അതിനോടൊപ്പം തന്നെ മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.